ഈ പൂറിയുടെ മുഖത്ത്? വിഷ്ണുമോൻ എങ്ങനെ വിഷ്ണുമോൻ എങ്ങനെയാ സെറ്റായത്? അവൻ തന്നെയോ? ഊമ്പാതടി പൂറി. ഇവളാണ് ഇന്നലെ കാണുന്നവന്റെ അണ്ടിയുടെ പുറകെ പോകുന്നവളാ ഇവള്. മുഴുത്ത അണ്ടിയുടെ പുറകെ പോകുന്ന പൂറിയാ. ഹലോ ഹലോ ഈ വിഷ്ണുമാൻ എന്ന് പരിചയപ്പെട്ടോ നിന്നെ? വിഷ്ണു എങ്ങനെ പരിചയപ്പെട്ടതാ? വിഷ്ണു എന്റെ കൂടെ പഠിക്കുന്നത്. എളുപ്പമായല്ലോ. ഓക്കെ, നിന്റെ കൂടെ പഠിക്കുന്നത് കുഴപ്പമില്ല. നിനക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിട്ട് നീ അവന്റെ കൂടെ ഇത്ര പോകാൻ വേണ്ടി ഇവന്റെ ഭാഗത്ത് തന്നെ ഇത്ര വലിയ തെറ്റുണ്ടായി. അതല്ലടാ, അവനാണെങ്കിൽ അവന് ഞാൻ കളിച്ചു ഒന്നും ഒരു കുഴപ്പമല്ല. അവൻ എത്തിലെടുക്കാൻ നിക്കുന്നവനാ. അവൻ പറഞ്ഞാന്ന്. ചോദിക്കട്ടെ, ഇവനൊരു കുറ്റവും കുറവും വരുത്താതെ നോക്കിയിട്ട് അവനെ താങ്ങി പിടിച്ചു പോകാൻ നിനക്ക് എന്താ റീസൺ ഉണ്ടായി? ഇവന്റെ ഭാഗത്ത് എന്താ തെറ്റുണ്ടായെന്ന് പറയണോ? അവന്റെ പുറകെ താങ്ങി പിടിച്ചു പോയിട്ട് ഞാൻ നിർത്തിയതായില്ല. എടി നീ പോയോന്ന് ചോദിച്ചേ? പോയില്ലേ താങ്ങി പിടിച്ച് പോയില്ലേ പൂറി? സൂര്യ, നീ മിണ്ടായിരിക്കണം. മൈരെ മിണ്ടായിരുന്നു. നീ മിണ്ടായിരുന്നു. ചോദിക്കട്ടെ കാര്യം, നീ മിണ്ടല്ലേ? ചോദിക്കട്ടെ. എടി അപ്പു, ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ പോയി, ഞാൻ സമ്മതിച്ചു. ഞാൻ പോയില്ലെന്ന് ഞാൻ പറയുന്നില്ല. അവന്റെ കാര്യം ഞാൻ സമ്മതിക്കും. ഞാൻ വേറെ അവന്മാരോട് മിണ്ടാതിരിക്കാൻ കാരണം അതിനെ പറ്റി ഓരോന്ന് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അവന്മാരോട് എടുത്ത് മിണ്ടാതിരുന്നത്. ഇവൻ വന്നത് നോക്കിയതാണല്ലോ സാറിന്റെ കാര്യം. പറഞ്ഞു. നിന്റെ ഇവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുഭാഗം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഇവൻ വേറെ എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോയിട്ടുണ്ടോ എന്നൊക്കെ ഒരു ചെറിയ റീസൺ ഉണ്ടായി മാത്രമേ ഉള്ളൂ നീ വേറെ ഒരുത്തനോട് പോയതിന് അർത്ഥമുള്ളൂ. അതൊന്നും ഇല്ലാഞ്ഞിട്ട് ഓടി മിണ്ടായിരിക്കടാ. നീ മിണ്ടായിരിക്കടാ. ഇവൻ നിനക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓരോ കാര്യങ്ങളും ചെയ്ത് കണ്ടവനെ പോയി തല്ലാനും പിടിക്കാനും ഒക്കെ കൊണ്ട് നടക്കുന്നു. നിന്റെ അവിടെ പോയി പൈസയുടെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നു. ഓരോ കാര്യങ്ങൾക്കെല്ലാം ഓടി നടന്നിട്ട് നീ ഇവനെ അവോയ്ഡ് ചെയ്ത് അവന്റെ കൂടെ പോയതിന്റെ ഒരു ചെറിയ റീസൺ മാത്രം അറിഞ്ഞാൽ മതി. നീ പോയിട്ട് തിരിച്ചു വന്നോ ഇല്ലെന്നല്ല അറിയണ്ടേ. ഇവനെ കളഞ്ഞിട്ട് അവനെ നോക്കാനുള്ള കാരണം എന്താന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഹലോ പറയടി, ഉത്തരയില്ലേ? കളിച്ചു മടുത്ത് ഞാനായിട്ട് ഇവള് കളിച്ചു മടുത്ത് കഴിഞ്ഞപ്പോ അടുത്ത ആളെ പിടിക്കണം. അതാ. പിന്നെ എങ്ങനെ പറയണ്ടേ? നീ പൂറ്റിത്തരം കാണിക്കുമ്പോ എങ്ങനെ അടി പൂറി പറയണ്ടേ? നീ പറ. അല്ല ഇത് ചോദിക്ക്, വിഷ്ണു മോൻ എങ്ങനെ സെറ്റായത്? വിഷ്ണു മെസ്സേജ് സെറ്റായി. ആരും പ്രപ്പോസ് ചെയ്തില്ല. അയ്യോ, ആരും പ്രപ്പോസ് അവൻ പറയണേ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ, എനിക്ക് ആ ഇഷ്ടമായിരുന്നില്ലാന്ന്. എന്നിട്ട് ഞാൻ എത്ര കിസടിച്ചതിന് കണക്കില്ലെന്ന്. അങ്ങാട്ടാ ഇതുപോലെ തന്നെ അതേണ്ട് പറഞ്ഞു അവിടെ ഇല്ലേ ഇവക്ക് ഇത് ആമ്പിള്ളാരെ കാണാൻ പറ്റാത്ത ഇളക്കായിരുന്നു അവിടെ. എടാ, അമ്മയ്ക്ക് ഒരു പൂസലുള്ള. ഞാൻ ഇന്ന് പോയിട്ട് ഞങ്ങളെ മറ്റേ വെർജിൻ ആയിട്ട് കിടക്കുന്ന ഫോട്ടോ അങ്ങോട്ട് കാണിച്ചിട്ടില്ല. ഇവരുടെ അമ്മയ്ക്ക് ഒരു പൂസലും ഇല്ല. അത് തള്ളയാണോ അത്? അതാ ഞാൻ നാളെ അപ്പനെ പോയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഞാൻ കാണിക്കും അവിടെ ഗൂഗിള്. അത് വേറെ ഇത് വേറെ. ഞാൻ സ്വന്തം അമ്മയുടെ മുലപ്പാല് കുടിച്ച് എല്ലാരും വളർന്നിട്ടുള്ളത്. അതിന് ഉറപ്പുള്ളവര് നിൽക്കുകയും ചെയ്യും. അല്ല നിന്നെ പോലെ ഈ ചെറ്റത്തരം കാണിച്ചുകൊണ്ട് ഈ കൈ എടുത്തിട്ട് എല്ലായിരുന്നു. മനസ്സിലായോ? ഗൂഗിളേ എന്നെ ഇതുപോലെ നിനക്ക് തന്നെ അറിയാലോ, എന്നെ ഊമ്പിക്കുന്നവരോട് എനിക്ക് ഭയങ്കര വൈരാഗ്യ. അറിയാലോ, വൈരാഗ്യം പുള്ളിയാന്ന് തീർക്കും. എനിക്കൊരു ദാക്ഷിണ്യം കാണത്തില്ല അതിനകത്ത്. നശിപ്പിക്കുക. പിന്നോട് ചോദിച്ചു നോക്ക്, ഗൂഗിളിനോട് ചോദിച്ചു നോക്ക്. വൈകുന്നേരം പോയി ഞങ്ങൾക്ക് ഉറങ്ങാണ്ടും പിഴക്കാണ്ടാണ് ഇവന്റെ കൂടെ വന്നത്. കണ്ടി പൂറി മോള്. അതല്ലേ ഗൂഗിളേ ഗൂഗിൾ പോയോ? ഹലോ, കട്ടായി പോടാ. നെറ്റ് പോടാ. അയ്യോ
ഗോകുലേ അവള് പോയോ? ഇല്ല എടാ ഇതിപ്പം ഇതില്ലേ എന്നാന്ന് ഇത് അവളില്ല ചിക്കൂനോട് ചോദിക്കണേ നീ ഒരു പെണ്ണല്ലേന്ന് ചിക്കൂനോട് ഇവള് ചോദിക്കുക. എടി അവന് ചിക്കു ഇല്ലേ അത് DNMന്റെ അടുത്ത് മാത്രമേ അവള് നിൽക്കുന്നുള്ളൂ. അല്ല നിന്നെ പോലെ നാലെടുത്ത് ഓടി നടക്കുമല്ല. ഈ കേൾക്കുന്ന കഥയൊക്കെ തന്നെ പിന്നെ ആ പെൺകൊച്ച് എല്ലാവരുടെ അടുത്ത് ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നേ. നീ എന്നെ കാണിച്ചത് നിന്നെ എല്ലാരും അതേ രീതിയിൽ കൊണ്ടുവരണം. ഒരു അനീത്ത രീതിയിലല്ലേ ഞാനൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു നോട്ടോ ഒരു വാക്കോ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ഇപ്പം ബ്രേക്കപ്പ് പറയാൻ ഇവള് മെയിൻ കാരണം എന്നാന്ന് ചെയ്യാവോ? ഫോളോവേഴ്സ് ആയി. ഇനി ഇവൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാം. അതാണ് കാരണം. എന്റെ കാര്യം ഇല്ല. ഇവരുണ്ടാക്കിയിരുന്ന ഫോളോവേഴ്സ് ആണ് ഉണ്ടല്ലോ. അവൻ തന്നെ ഉണ്ട്. നീ അക്കൗണ്ട് മേടിച്ചില്ലേ? ഞാൻ മേടിച്ചു ഇത് ഉടനെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് അവള് ഇങ്ങോട്ട് വിളിച്ചേ. അല്ല ഞാൻ അങ്ങോട്ട് വിളിച്ച് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴേക്കില്ലേ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ എടുക്കത്തില്ലേ? പറയുന്നത് ഡിലീറ്റ് ആക്കിയെന്ന് അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയെന്ന് അത്രയും കൊണച്ച് അങ്ങനെ ഫോളോവേഴ്സ് മൂഞ്ചണ്ട. ഇത്രയും നാളും ആ ഏറ്റുമാനൊക്കെ വീഡിയോ വന്നെടുക്കാനായിട്ട് എന്നാ അഭിനയം. എടാ നിനക്ക് അല്ലേ നിന്റെ തള്ളേനെ അമ്മേനെ വിളിക്കാൻ എങ്ങനെയാടി ഇത് വാ തുറക്കാൻ പറ്റുന്നത്? നിന്റെ അമ്മേനെ നീ എങ്ങനെയാ വാ തുറന്ന് അമ്മേന്ന് വിളിക്കുന്നേ? ഉണ്ട് തോന്നുന്നു. ഇവന് സ്വന്തം ചേച്ചി വരെ ഇവന് ആ വിഷയത്തിന് എന്നാൽ വന്ന വിഷയത്തിന് എന്നൊക്കെ വെള്ളം ഉണ്ടായതാ. നിനക്ക് വേണ്ടി എന്നിട്ട് ഇവൻ ചത്ത് കിടന്ന ചേച്ചിയോട് പറയുന്ന റെക്കോർഡ് വേണം നിനക്ക് ഇപ്പൊ അയച്ചുതരാ. തെറി പറയുന്നത് സ്വന്തം ചോരയിലുണ്ടായ ചേച്ചി സ്വന്തം ചോരയായിട്ടാണ് ചേച്ചീനെ തെറി പറയുന്നത്. നിനക്ക് വേണ്ടി തെറി പറയുന്നത്. ഇത് ഓരോ കാര്യങ്ങൾ ചിന്തിക്കണ്ട കേട്ടോ. ഇത് ഇപ്പോഴല്ല, മുന്നോട്ടും ചിന്തിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിനക്ക് തന്നെ എല്ലാ പണിയും കിട്ടത്തുള്ളൂ. നീ നിന്റെ കാര്യം മാത്രം നോക്ക്. ബാക്കിയുള്ളവരുടെ കാര്യം നീ ഒന്ന് ചിന്തി. നീ ഏറ്റവും വലിയ കുറ്റം കാണിച്ച് ഈ ചിക്കും പെണ്ണെന്ന് ചോദിക്കാൻ നിനക്ക് തന്നെ അധികാരമുള്ളേ. ആ കൊച്ചിന്റെ കാര്യത്തില് നല്ല രീതിയിലാണ് നടക്കുന്നേ. എന്തെങ്കിലും മോശമായിട്ട് രീതി നടക്കുന്നത് നിനക്ക് കാണിക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ. നിനക്ക് അതങ്ങനെ ചെയ്യത്തുമില്ല. അത് അതിന്റെ ഹാപ്പിനെസ് അനുസരിച്ച് അത് അതിന്റെ രീതിയിലാണ് നടക്കുന്നത്. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നടക്കുന്നത്. നിനക്കും അങ്ങനെയൊക്കെ നടക്കാറുന്നില്ല. നീ പ്രവർത്തനം കാണിക്കാൻ പോയിട്ടില്ലേ? എന്നെ എന്നിട്ട് അതിനെ പിടിക്കാൻ. അല്ലെന്നേ അതല്ല ഏറ്റവും അവസാനം ഞാൻ ഇവളോട് ദ്രോഹം ചെയ്ത പോലെ എന്നോട് പെരുമാറുക. പറയുവാ ദ്രോഹം എന്നോട് എന്തൊക്കെ ദ്രോഹം ചെയ്തെന്ന് അറിയോ? എക്സാം എഴുതാൻ പറ്റുന്നില്ല. എന്നെ വിളിച്ചില്ലെന്ന് തമിഴ്നാട് പോയപ്പോ. സമയമില്ലല്ലോ. എന്നെ വിളിക്കാലോ ഒന്ന്. പലരുടെ ഫോണിൽ ഇങ്ങനെ മാറി മാറി കോൾ ചെയ്യുമല്ലേ. അതാ ഞാൻ വിളിക്കുമ്പോ ഇവക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പഴല്ലേ സംഭവം മനസ്സിലായത്. നവംബർ തുടങ്ങിന്ന് പറയുമ്പോ നീ എന്തോരം 5 മണിക്കൊക്കെ ഏറ്റിരുന്നു കോള് ഫുൾ ടൈം. ആതിരാമോള് പൂറ് രാത്രിയും രാവിലെ. അയ്യോ അറക്കണ് കൊണ്ട് അറിവിളേക്കാ പണ്ട. എന്നിട്ട് ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് എന്തൊരു ഉളുപ്പ് തോന്നിയില്ലേ ഇവനെ വെച്ചോണ്ട് അവനെ നോക്കാൻ വേണ്ടി? അവര് ചോദിച്ചെന്ന് ഈ പഠിക്കണ പിള്ളേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞ അപ്പൂസിനോ അല്ല വിഷ്ണുവിനോട് ചോദിച്ചു. ഹലോ കേട്ടോ, ഞാനൊരു അനിയത്തിയെ പോലെ കൊണ്ടു നടക്കുന്ന കൊച്ചിനെ ഞാൻ ചോദിച്ച കാര്യം പറയും. എനിക്കറിയാം ചോദിച്ച് പറയിപ്പിക്കാൻ. കേട്ടോ ആക്കാരോഗ്യം എന്താ പറയാ അപ്പൂസേ? പോയോടി? ഇല്ല, അവക്കൊന്നും മിണ്ടായില്ലെന്നേ. ഇത്ര നേരം അവളെ വായിക്കാത്ത വലിയ റേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ അവർക്ക് ഒന്നും മിണ്ടായില്ല. എടി നീന്റെ നേഴ്സിംഗ് പഠിത്ത് ഊമ്പിപ്പോയി. നിന്നെ ഇവനല്ല നെയ്സാൻ സമ്മതിക്കത്തില്ല. ഊമ്പിപ്പോയി. നിന്നെ വിടത്തില്ല. നീ ഇനി ബാംഗ്ലൂർ പോത്തുമില്ല. ഹലോ നിനക്ക് കള്ള സർട്ടിഫിക്കറ്റ് 55,000 രൂപയ്ക്ക് കള്ള സർട്ടിഫിക്കറ്റ് എടുത്തല്ലേ കയറിയിരിക്കുന്നേ? പ്ലസ് ഏജിലൊന്നുമില്ലല്ലോ. അപ്പൂസേ എന്നാ പറ്റി എന്ന് മിണ്ടാച്ചേ. എത്ര പേരോട് ചാറ്റിംഗ് ഉണ്ടായിരുന്നു? ഈ റിതിനോട് ചാറ്റ് ചെയ്ത പോലെ.
ഗോകുലേ ഇല്ല എടാ ഇതിപ്പം ഇതില്ലേ എന്നാന്ന് ഇത് അവളില്ല ചിക്കൂവിനോട് ചോദിക്കണേ, നീ ഒരു പെണ്ണല്ലേ, നീയും ഒരു പെണ്ണല്ലേന്ന് ചിക്കുവിനോട് ഇവള് ചോദിക്കുക. അവന് ചിക്കു ഇല്ലേ, അത് DNMന്റെ അടുത്ത് മാത്രമേ അവള് നിൽക്കുന്നുള്ളൂ. അല്ല നിന്നെ പോലെ നാലെടുത്ത് ഓടി നടക്കുമല്ല. ഈ കേൾക്കുന്ന കഥയൊക്കെ തന്നെ ഇല്ലേ. ആ പെൺകൊച്ച് എല്ലാവരുടെ അടുത്ത് ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നേ. നീ എന്നെ കാണിച്ചു, നിന്നെ എല്ലാരും അതേ രീതിയിൽ കൊണ്ടുവരണം. ഒരു അനീത്ത രീതിയിലല്ലേ ഞാനൊക്കെ കൊണ്ടുവന്നിട്ടുള്ളേ. എന്തെങ്കിലും മോശമായിട്ട് ഒരു നോട്ടോ ഒരു വാക്കോ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ബ്രേക്കപ്പ് പറയാൻ ഇവള് മെയിൻ കാരണം എന്നാന്ന് ചെയ്യാവോ, ഫോളോവേഴ്സ് ആയി. ഇനി ഇവൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാം, അതാണ് കാരണം. എന്റെ കാര്യം ഇല്ല. ഇവരുണ്ടാക്കിയിരുന്ന ഫോളോവേഴ്സ് ആണ് ഉണ്ടല്ലോ, അവൻ തന്നെ ഉണ്ട്. നീ അക്കൗണ്ട് മേടിച്ചില്ലേ? ഞാൻ മേടിച്ചു ഉടനെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ അവള് ഇങ്ങോട്ട് വിളിച്ചേ. അല്ല ഞാൻ അങ്ങോട്ട് വിളിച്ച് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴേക്കില്ലേ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ എടുക്കത്തില്ലേ. പറയുന്നു ഡിലീറ്റ് ആക്കിയെന്ന് അക്കൗണ്ട്. ഇത്രയും നാളും ആ ഏറ്റുമാനൊക്കെ വീഡിയോ ഒന്നെടുക്കാനായിട്ട് എന്നാ അഭിനയം. എടാ നിനക്ക് അല്ലേ നിന്റെ തള്ളേനെ അമ്മേനെ വിളിക്കാൻ എങ്ങനെയാടി ഇത് വാ തുറക്കാൻ പറ്റുന്നത്? നിന്റെ അമ്മേനെ നീ എങ്ങനെയാ വാ തുറന്ന് അമ്മേന്ന് വിളിക്കുന്നത്? ഉണ്ട് തോന്നുന്നു. ഇവന് സ്വന്തം ജയിച്ചു വരെ ഇവന് ആ വിഷയത്തിന് ഇന്നാളെ വന്ന വിഷയത്തിന് എന്നൊക്കെ വെള്ളം ഉണ്ടായതാ. നിനക്ക് വേണ്ടി എന്നിട്ട് ഇവൻ ചത്ത് കിടന്നാ ജയിച്ചോട് പറയുന്ന റെക്കോർഡ് വേണം നിനക്ക് ഇപ്പൊ അയച്ചുതരാ. തെറി പറയുന്നത് സ്വന്തം ചോരയിലുണ്ടായ ചേച്ചി, സ്വന്തം ചോരയായിട്ട് നടക്കാൻ ചേച്ചീനെ തെറി പറയുന്നത്, നിനക്ക് വേണ്ടി തെറി പറയുന്നത്. ഇത് ഓരോ കാര്യങ്ങൾ ചിന്തിക്കണ്ട കേട്ടോ. ഇത് ഇപ്പോഴല്ല, മുന്നോട്ടും ചിന്തിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിനക്ക് തന്നെ എല്ലാ പണിയും കിട്ടത്തുള്ളൂ. നീ നിന്റെ കാര്യം മാത്രം നോക്ക്, ബാക്കിയുള്ളവരുടെ കാര്യം നീ ഒന്ന് ചിന്തിക്കും. നീ ഏറ്റവും വലിയ കുറ്റം കാണിച്ച് ഈ ചിക്കും പെണ്ണെന്ന് ചോദിക്കാൻ നിനക്ക് തന്നെ അധികാരമുള്ളേ. ആ കൊച്ചിന്റെ കാര്യത്തില് നല്ല രീതിയിലാണ് നടക്കുന്നേ. എന്തെങ്കിലും മോശമായിട്ട് രീതി നടക്കുന്നത് നിനക്ക് കാണിക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ. നിനക്ക് അതങ്ങനെ ചെയ്യത്തുമില്ല. അത് അതിന്റെ ഹാപ്പിനെസ് അനുസരിച്ച് അത് അതിന്റെ രീതിയിലാണ് നടക്കുന്നത്. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നടക്കുന്നത്. നിനക്കും അങ്ങനെയൊക്കെ നടക്കാറുന്നില്ല. നീ ചരിത്രം കാണിക്കാൻ പോയിട്ടില്ലേ? എന്നിട്ട് അതിനെ പിടിക്കാൻ. അല്ലെന്നേ, അതല്ല ഏറ്റവും അവസാനം ഞാൻ ഇവളോട് ദ്രോഹം ചെയ്ത പോലെ എന്നോട് പെരുമാറുക. പറയുവാ ദ്രോഹം എന്നോട് എന്തൊക്കെ ദ്രോഹം ചെയ്തെന്ന് അറിയോ? എക്സാം എഴുതാൻ പറ്റുന്നില്ല. എന്നെ വിളിച്ചില്ലെന്ന് തമിഴ്നാട് പോയപ്പോ. സമയമില്ലല്ലോ, എന്നെ വിളിക്കാലോ ഒന്ന്. ശരിയാ, പലരുടെ ഫോണിൽ ഇങ്ങനെ മാറി മാറി കോൾ ചെയ്യുമല്ലേ. അതാ ഞാൻ വിളിക്കുമ്പോ ഇവക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പഴല്ലേ സംഭവം മനസ്സിലായത്. നവംബർ തുടങ്ങിന്ന് പറയുമ്പോ നീ എന്തോരം 5 മണിക്കൊക്കെ ഏറ്റിരുന്നു കോള് ഫുൾ ടൈം. ആതിരാമോള് പൂറ് രാത്രിയും രാവിലെ. അയ്യോ അറക്കണ് കൊണ്ടറിയുള്ളേക്കാ പണ്ട. എന്നിട്ട് ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് എന്തൊരു ഉളുപ്പ് തോന്നിയില്ലേ ഇവനെ വെച്ചോണ്ട് അവനെ നോക്കാൻ വേണ്ടി? അവര് ചോദിച്ചെന്ന് ഈ പഠിക്കണ പിള്ളേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞ അപ്പൂസിനോ അല്ല വിഷ്ണുവിനോട് ചോദിച്ചു. ജോസ്മിനും ചോദിച്ചില്ലേ ഒന്നും? ജോസ്മിൻ ചോദിച്ചില്ലേ? ജോസ്മിൻ നാട്ടിൽ ഞാൻ ചോദിക്കും കേട്ടോ കറക്റ്റ് കാര്യം. ഹലോ കേട്ടോ, ഞാനൊരു അനിയത്തിയെ പോലെ കൊണ്ടു നടക്കുന്ന കൊച്ചിനെ ഞാൻ ചോദിച്ച കാര്യം പറയും. എനിക്കറിയാം, ചോദിച്ച് പറയിപ്പിക്കാൻ. കേട്ടോ ആക്കാരോഗ്യം എന്താ പറയാ അപ്പൂസേ? പോയോടി? ഇല്ല, അവക്കൊന്നും മിണ്ടായില്ലെന്നേ. ഇത്ര നേരം അവളുടെ വായിക്കാത്ത വലിയ റേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ അവൾക്കൊന്നും മിണ്ടായില്ല. എടി നീന്റെ നെയ്സിങ് എടുത്ത് ഊമ്പിപ്പോയി. നിന്നെ ഇവനല്ല നെയ്സാൻ സമ്മതിക്കത്തില്ല. ഊമ്പിപ്പോയി. നിന്നെ വിടത്തില്ല. നീ ഇനി ബാംഗ്ലൂർ പോത്തുമില്ല. ഹലോ, നിനക്ക് കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ? നിനക്ക് കള്ള 55,000 രൂപയ്ക്ക് കള്ള സർട്ടിഫിക്കറ്റ് എടുത്തല്ലേ കയറിയിരിക്കുന്നേ? പ്ലസ് ടു ഏജിലൊന്നുമില്ലല്ലോ. അപ്പൂസേ എന്നെ പറ്റി എന്നെ മിണ്ടാച്ചേ.